Hi all. So today we are going to discuss about an organism known as Brucella. Brucella എന്ന് പറയുന്ന organism ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So it's comes under a gram-negative bacteria and it was discovered by David Bruce എന്ന് പറയുന്ന ഇത് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. So the genus Brucella എന്ന് പറയുന്നത് gram-negative Coccobacilli ആണ്. They are strict intracellular parasites of animals and also infect human beings. And brucellosis ആണ് ഈ ഒരു ഓർഗാനിസം കോസ് ചെയ്യുന്ന ഡിസീസ് which is a zoonotic disease. Animal causing disease ആണ്, primarily affecting goats, sheep, cattle, buffaloes, pigs and other animals and transmitted to humans by the contacted with the infected animals or through the ingestion of their product. അത് അവരുടെ പാലാകാം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മീറ്റ് പ്രൊഡക്റ്റ്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മീറ്റ് പ്രൊഡക്ട്സ് ആവാം. ഹ്യൂമൻസിൽ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഡിസീസിന് നമ്മൾ വേരിയസ് നെയിംസ് കൊടുക്കുന്നുണ്ട്. മെഡിറ്ററേനിയൻ ഫീവർ, മാൾട്ട ഫീവർ, അണ്ടുലന്റ് ഫീവർ, റെമിറ്റന്റ് ഫീവർ ആൻഡ് ഗിബ്രലന്റ് ഫീവർ, സൈപ്രസ് ഫീവർ, ഇങ്ങനത്തെ ഡിഫറെന്റ് നെയിംസുകൾ വരുന്നുണ്ട്. ആൻഡ് അത് ബേസ്ഡ് അപ്പോൺ ദ ലൊക്കാലിറ്റി ആൻഡ് ദ ഏരിയ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സാഹചര്യങ്ങളുടെ അനുസരിച്ചാണ് മൈക്രോബയോളജിസ്റ്റുകൾ ഈ ഓർഗാനിസം ഹ്യൂമൻസിൽ കോസ് ചെയ്യുന്ന ഇതിന്റെ പേരില്. സോ ബ്രൂസെല്ലോ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ബ്രൂസെല്ലെ ഫാമിലിയിൽ നിന്നുള്ളതാണ്. മെയിൻലി 9 റെക്കഗ്നൈസ്ഡ് സ്പീഷീസ് ആണുള്ളത്. 6 ടെറസ്ട്രൈൽ സ്പീഷീസും 3 മറൈൻ സ്പീഷീസും. ടെറസ്ട്രൈൽ സ്പീഷീസിൽ വരുന്നതാണ് മെലിറ്റനിസ്, അബോറിട്ടസ്, സൂയിസ്, കാനിസ്, ഓവിസ്, നിയോട്ടമെ. മറൈൻ സ്പീഷീസിൽ വരുന്നത് ഡെൽഫിനി, പിന്നിപീഡിയ ആൻഡ് സെറ്റസിയെ. ഇത് ഇത്രയാണ്. സോ ഇതെന്ന് പറയുന്നത് ഹോസ്റ്റും ഹ്യൂമൻ പാത്തജൻ ആണോ എന്നുള്ളത് ഉള്ള ഒരു ചെറിയൊരു ചാർട്ടാണ്. നിങ്ങൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് സിമ്പിൾ. സോ മോർഫോളജിയിൽ വരുമ്പോഴത്തേക്കും ബ്രൂസെല്ല സ്പീഷീസ് എന്ന് പറയുന്നത് സ്മോൾ ഗ്രാം നെഗറ്റീവ് എയറോബിക് കോക്കോബാസിലയാണ്. 0.5 to 0.7 മൈക്രോമീറ്റർ ഇൻറ്റു 0.6 to 1.5 മൈക്രോമീറ്റർ ഇൻ സൈസ് ആണുള്ളത്. നോൺ മോട്ടീൽ, നോൺ ക്യാപ്സുലേറ്റഡ്, നോൺ സ്പോറിംഗ് ആൻഡ് നോൺ ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസം ആണ്. So they are non-motile, non-capsulated and non-sporing and non. Cultural characteristics വരുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും they are strict aerobic organism and Brucella abortus എന്ന് പറയുന്നത് capnophilic ആണ്. Mainly many strains requiring 5 to 10% of carbon dioxide to enhance their growth and optimum temperature എന്ന് പറയുന്നത് 37 degrees Celsius ആണ് and the temperature range between 20 to 40 degrees Celsius. pH എന്ന് പറയുന്നത് 6.6 to 7.4 ആൻഡ് സിമ്പിൾ മീഡിയയിൽ ഇത് ഗ്രോ ചെയ്യിക്കാൻ നമുക്ക് പറ്റും ഇൻ നമ്മുടെ ലാബ് കണ്ടീഷൻസിൽ. ബട്ട് ദ ഗ്രോത്ത് വിൽ ബി സ്ലോ ആൻഡ് സ്കാൻഡി. ഗ്രോത്തിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സെറം, ലിവർ എക്സ്ട്രാക്റ്റ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയ എംപ്ലോയിഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എംപ്ലോയ് ചെയ്ത് കൊടുക്കുന്ന മീഡിയംസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറം ഡെക്സ്ട്രോസ് അഗാർ, സെറം പൊട്ടറ്റോ ഇൻഫ്യൂഷൻ അഗാർ, ട്രിപ്റ്റിക്കേസ് സോയി അഗാർ, ട്രിപ്റ്റോസ് അഗാർ, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കൂടാണ്ട് തന്നെ നമ്മൾ ബാസിട്രസിൻ, പോളിമിക്സിൻ, സൈക്ലോഹെക്സമൈഡ് തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് ഫോർ ടു മേക്ക് ദ മീഡിയം സെലക്റ്റീവ്. എറിത്രോട്ടോൾ എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഫോർ ദ സ്റ്റിമുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് ബ്രൂസെല്ലെ. സോളിഡ് മീഡിയത്തിനകത്താണെന്നുണ്ടെങ്കിൽ കോളനീസ് സ്മോൾ, മോയിസ്റ്റ്, ട്രാൻസ്ലൂസൻ ആൻഡ് ഗ്ലിസ്റ്റനിങ് കോളനീസ് നമുക്ക് കാണാൻ പറ്റും ആഫ്റ്റർ 3 or more ഡേയ്സ് ഓഫ് ഇൻക്യുബേഷൻ. ലിക്വിഡ് മീഡിയത്തിനകത്ത് യൂണിഫോം ഗ്രോത്ത് ആയിരിക്കും കാണാൻ പറ്റുന്നത്. സോ ബയോകെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഒരു കാർബോഹൈഡ്രേറ്റിനെയും ഇത് ഫെർമെന്റ് ചെയ്യുന്നില്ല. സോ ഒരു ഫെർമെന്റേഷനും നടക്കുന്നില്ല. സോ ഷുഗേഴ്സ് എല്ലാം നെഗറ്റീവ് ആണ്. കാറ്റലീസ് ആൻഡ് ഓക്സിഡേസ് പോസിറ്റീവ് ആണ് എക്സെപ്റ്റ് ഫോർ ബ്രൂസെല്ല നിയോട്ടോമെ ആൻഡ് ബ്രൂസെല്ല ഓവിയസ് വിച്ച് ആർ നെഗറ്റീവ്. ഫോർ കാറ്റലീസ് ആൻഡ് ഓക്സിഡേസ് നെഗറ്റീവ് ആണ് ഓവിസിന്റെയും നിയോട്ടോമയുടെയും കേസിൽ വരുമ്പോൾ. നൈട്രേറ്റ് റിഡക്ഷൻ പോസിറ്റീവ് ആണ്. സോ നൈട്രേറ്റ് ടെസ്റ്റ് പോസിറ്റീവ് ആണ്. ഇൻവിക് ടെസ്റ്റുകളെല്ലാം നെഗറ്റീവ് ആണ്. ഇൻഡോള്, മീതൽ റെഡ്, VP ടെസ്റ്റ്
പിന്നെ സിട്രേറ്റ്, ഇതെല്ലാം നെഗറ്റീവ് ആണ്. ഉള്ളി യൂറിയസ് ആണ് വരുന്നത്. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ബ്രൂസെല്ല ക്യാൻ ബി ഡിസ്ട്രോയ്ഡ് ബൈ ഹീറ്റ് അറ്റ് 60°C in 10 minutes and 1% ഫിനോൾ ഇൻ 15 minutes. പിന്നെ പാസ്ചറൈസേഷൻ വഴി നമുക്ക് ഓർഗാനിസിനെ ഈസിലി കിൽ ചെയ്യാൻ പറ്റും. And they can survive in soil and manure for several weeks. An organism survives for 10 days in refrigerated milk, for months in butter, and 1 month in ice cream. അതിനകത്തൊക്കെ അത് സർവൈവ് ചെയ്യുന്നുണ്ട്. Sensitive to direct sunlight and acid, and resistant to penicillin, but are susceptible to streptomycin, tetracycline, chloramphenicol, and ambicillin. ക്ലാസിഫിക്കേഷൻ ആണ് നെക്സ്റ്റ് പറയാനുള്ളത്. ബ്രൂസെല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് സ്പീഷീസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദ ലൈസിസ് ഓഫ് സ്പെസിഫിക് ബാക്ടീരിയോഫേജസ്, കാർബൺ ഡൈ ഓക്സൈഡ് റിക്വയർമെന്റ്, H2S പ്രൊഡക്ഷൻ, അഗ്ലൂട്ടിനേഷൻ ബൈ മോണോസ്പെസിഫിക് സെറാം, സെൻസിറ്റിവിറ്റി ടു ഡൈസ്. ഇതിന്റെയൊക്കെ ബേസിസിൽ നമ്മൾ ഓർഗാനിസിനെ പല ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ബയോ ടൈപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്രൂസെല്ല അബോർട്ടസ് എന്ന് പറയുമ്പോൾ 7 ടൈപ്സ് ഉണ്ട്. ബ്രൂസെല്ല മെലിനെറ്റിസ് 3 ടൈപ്സ് ആൻഡ് ബ്രൂസെല്ല സൂയിസ്. പാത്തോജെനസിസിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാസെല്ലുലാർ ലൊക്കേഷൻ ആൻഡ് സർവൈവൽ ഓഫ് ദ ഓർഗാനിസം കോൺട്രിബ്യൂട്ട് ടു ഇറ്റ്സ് വിർലൻസ് ആൻഡ് പാത്തോജെനസിസ്. മെയിൻലി 3 മേജർ സ്പീഷീസ് ഓഫ് ബ്രൂസെല്ല ആണ് നമുക്ക് ഹ്യൂമൻസിന് പാത്തോജനിക് ആയിട്ടുള്ളത്. ബ്രൂസെല്ല മെലിറ്റൈനിസ് എന്ന് പറയുന്ന ഓർഗാനിസം ആണ് മോസ്റ്റ് പാത്തോജനിക് ആയിട്ടുള്ളത്. കൂടാണ്ട് തന്നെ ബ്രൂസെല്ല അബോർട്ടസും ബ്രൂസെല്ല സൂയിസും ഇന്റർമീഡിയറ്റ് പാത്തോജനിക് ആണ്. ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് 4 weeks. Portal of entry of this particular organism is, first one is oral entry. Oral entry എന്ന് പറയുമ്പോഴത്തേക്കും contaminated animal products like raw milk and its derivatives and അതിന്റെ മീറ്റ്, ഇതൊക്കെ നമ്മൾ ഓറലി കഴിക്കുമ്പോൾ നമുക്ക് വരുന്ന ഇത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിൽ തൊട്ടിട്ട് നമ്മൾ ആ കൈ കൊണ്ട് നമ്മുടെ വായിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ ഓറലി എൻ്റർ ആവാൻ ചാൻസുകളുണ്ട്. എയ്റോസോളും ആ ഓറൽ എൻട്രിയിൽ തന്നെ വരുന്നതാണ്. എയ്റോസോളും പെർക്യൂട്ടിനിയസ് ഇൻഫെക്ഷൻ. എയ്റോസോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഹലേഷൻ ഓഫ് ദിസ് ബാക്ടീരിയ ത്രൂ മൗത്ത് ആൻഡ് ത്രൂ നോസ് ആൻഡ് കണ്ടാമിനേഷൻ ഓഫ് ദ കൺജങ്ക്റ്റിവൈറ്റ്. ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വെച്ചിട്ട് കണ്ണിലൊക്കെ നമ്മൾ തിരുമുമ്പോൾ നമ്മുടെ കണ്ണ് വഴിയൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ കോസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. പെർക്യൂട്ടിനസ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ത്രൂ സ്കിൻ അബ്രാഷൻ ഓർ ആക്സിഡന്റൽ ഇനോക്കുലേഷൻ, അതായത് മുറിവ് നമുക്ക് പകരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നെക്സ്റ്റ് ഇത് പാത്തോജെനിസിസ് ഓഫ് ബ്രൂസെല്ലയുടെ ഒരു ചാർട്ട് പോലെ എൻട്രി നമ്മുടെ ബോഡിയിലോട്ട് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചേക്കുന്നതാണ്. മാക്രോഫേജ് ആക്ടിവേഷൻ എപ്പോഴും എൻട്രി ചെയ്യുമ്പോഴത്തേക്കും മാക്രോഫേജ് ആക്ടിവേഷൻ നടക്കും. ഇൻട്രാസെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് RES ഓർഗൻസ് ലിംഫാറ്റിക്സിലൊക്കെ വരിക. പിന്നെ ബ്ലഡിലോട്ട് എത്തുക, ഓർഗൻസ് ഒക്കെ ഇൻഫെക്റ്റഡ് ആവുക. അതല്ലാന്നുണ്ടെങ്കിൽ പോളിമോർഫ് മൈഗ്രേഷൻ ആൻഡ് ഫാഗോസൈറ്റിസിസ് നടക്കുക. 2 ടൈപ്പായിട്ടുള്ള മെക്കാനിസങ്ങളാണ്. പാത്തോജെനിസിസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ഇൻഫെക്ഷൻ ഈസ് മേ ബി ഓഫ് 3 ടൈപ്സ്: ലേറ്റന്റ് ഇൻഫെക്ഷൻ, അക്യൂട്ട് ഓർ സബ് അക്യൂട്ട് ബ്രൂസെല്ലോസിസ് ആൻഡ് ക്രോണിക് ബ്രൂസെല്ലോസിസ്. ലേറ്റന്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഓൺലി സെറോളജിക്കൽ ബട്ട് നോ ക്ലിനിക്കൽ എവിഡൻസ് ആയിരിക്കും. ക്ലിനിക്കൽ എവിഡൻസ് ഒന്നും ഉണ്ടാവില്ല. അക്യൂട്ട് ഓർ സബ് അക്യൂട്ട് ബ്രൂസെല്ലോസിസും ക്രോണിക് കാരണങ്ങൾ. അക്യൂട്ട് ബ്രൂസെല്ലോസിസ് ഇസ് മെയിൻലി ഡ്യൂ ടു ദ ബ്രൂസെല്ല മെലിറ്റനിസ് ആണ് മെയിൻലി കോസ് ചെയ്യുന്നത്. usually known as undulant fever, but this is misleading as only some cases show the undulant pattern. Undulant pattern വരുന്നത് കൊണ്ടാണ് ഇത് വരുന്നത്. It is associated with prolonged bacteremia and irregular fever. Bacteremia എന്ന് പറയുമ്പോഴത്തേക്കും ബാക്ടീരിയ പ്രസൻസ് ഇൻ അവർ ബ്ലഡ്, പിന്നെ ഇറഗുലർ ഫീവർ ഒക്കെയാണ്. സിംറ്റമാറ്റോളജി എന്ന് പറയുന്നത് നമുക്ക് മസ്കുലാർ ആൻഡ് ആർട്ടിക്കുലർ പെയിൻസ്, ആസ്മാറ്റിക് അറ്റാക്സ്, ഡ്രെഞ്ചിങ് സ്വെറ്റ്സ്, എക്സോസ്റ്റേഷൻ, അനറോക്സിയ, കോൺസ്റ്റിപ്പേഷൻ, നെർവസ് ഇറിറ്റബിലിറ്റി, ചിൽനെസ്, ഇതൊക്കെ ആണ് സിംറ്റംസിൽ വരുന്നത്. യൂഷ്വൽ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ആർട്ടിക്കുലർ, ഓസിയസ്, വിസറൽ ആൻഡ് ന്യൂറോളജിക്കൽ ആയിട്ടായിരിക്കും വരുന്നത്. സബ് അക്യൂട്ട് ബ്രൂസെല്ലോസിസ് എന്ന് പറയുമ്പോഴത്തേക്കും അക്യൂട്ട് ബ്രൂസെല്ലോസിസിന് ഫോളോ അപ്പ് ചെയ്തു വരുന്നതാണ്. ബ്ലഡ് കൾച്ചർ ആയിരിക്കും വരുന്നത്. ക്രോണിക് ബ്രൂസെല്ലോസിസിൽ വരുമ്പോഴത്തേക്കും നോൺ ബാക്ടീരിയമിക് ആണ്. ലോ ഗ്രേഡ് ഓഫ് ഇൻഫെക്ഷൻ വിത്ത് പീരിയോഡിക് എക്സാബ്രേഷൻസ് ആയിരിക്കും വരുന്നത്. സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇൻ ദ പേഷ്യൻസ്. കോമൺ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അമിതമായിട്ട് വേർക്കുന്നത്, ജോയിന്റ് പെയിൻസ്, minimal or no pyrexia, and these kinds of infection can last for years. Clinical manifestation la fever, night sweatness, malaise, anorexia, arthralgia, fatigue, weight loss, depression manifestation വരുന്നത്. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ അനറെക്സിയ, അബ്ഡോമിനൽ പെയിൻ, വൊമിറ്റിംഗ്, ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ, ഹെമറ്റോസ്പ്ലീനോമെഗാലെ ഇത് വരുന്നു. ലിവറിലാണ് ഇൻഫെക്റ്റഡ് ആവുന്നതെങ്കിൽ LFT നോർമൽ ആയിരിക്കും, ബട്ട് മിഡിലി അബ്നോർമലിന്റെ അടുത്തോട്ട് വരും. ഗ്രാനുലോമാസ് ഉണ്ടാവുക, ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവുക, ആബ്സസ് ഉണ്ടാവുക ലിവറിൽ. സ്കെലിറ്റൽ ആണെങ്കിൽ ആർത്രൈറ്റിസ്, സ്പോണ്ടിലൈറ്റിസ്, ഓസ്റ്റിയോമലൈറ്റിസ്, സെക്കറോലൈറ്റിസ്. ആർത്രൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ ഹിപ്പ്, നീസ് ആൻഡ് ന്യൂറോളജിക്കൽ വരുമ്പോഴത്തേക്കും മെനിഞ്ചൈറ്റിസ്, എൻസെഫലോഫൈറ്റിസ്, റേഡിയോകുലോപ്പതി, പെരിഫറൽ ന്യൂറോപ്പതി, ഇൻട്രാസെറിബ്രൽ ആബ്സസ്. കാർഡിയോവാസ്കുലറിലാണെന്നുണ്ടെങ്കിൽ എൻഡോകാർഡൈറ്റിസ് വരുന്നുണ്ട്. 2% കേസസ് ആണെങ്കിൽ മോർട്ടാലിറ്റിയിലോട്ട് വരുന്നുണ്ട്. ആരക്സ്, വാൽവ് റീപ്ലേസ്മെന്റ് ആൻഡ് ആന്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുക. പെരികാർഡൈറ്റിസ്, മയോകാർഡൈറ്റിസ്, അതൊക്കെ മസിൽസിന് ഇൻഫെക്ഷൻസ് വരിക എന്നുള്ളതൊക്കെയാണ്. പൾമണറി പറയുമ്പോഴത്തേക്കും ഹാസ് ബി നോൺ ആസ് ഇൻഹലേഷൻ പ്രോബ്ലംസ്, ഹെമറ്റോജിനസ്, പിന്നെ ചെസ്റ്റ് സിൻഡ്രോം, റെയർലി ബ്രൂസെല്ല ഐസൊലേറ്റഡ് സ്പ്യൂട്ടം. ജെനിറ്റോറിനറി എന്ന് പറയുമ്പോഴത്തേക്ക് യൂറിനറിയും ജെനിറ്റൽ ഏരിയയിലും വരുമ്പോഴത്തേക്കും എപ്പിഡൈമോർക്കൈറ്റിസ്, പൈനോഫ്ലോറോസിസ് റെയർ കേസസ് ആണ്. ക്യൂട്ടേനിയസ് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് ആണ് വരുന്നത്. ഹെമറ്റോളജിക്ക് വരുമ്പോഴത്തേക്കും ബ്ലഡിൽ വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അനീമിയ, ലുക്കോപീനിയ ആൻഡ് ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാവുക. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പിഡെമോളജി ആണ്. ബ്രൂസലോസിസ് എന്ന് പറഞ്ഞ ഒരു സൂണോട്ടിക് ഡിസീസ് ആണ്. വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ എൻഡമിക് ഏരിയാസ് സച്ച് ആസ് മെഡിറ്ററേനിയൻ കൺട്രീസിലൊക്കെ കാണാറുണ്ട്. ഹ്യൂമൻ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് അനിമൽ ടിഷ്യൂസ്. പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷൻ വളരെ റെയർ ആണ്. ഇംപ്ലിക്കേറ്റിംഗ് സെക്ഷൽ കോണ്ടാക്ട്, ടിഷ്യൂ ട്രാൻസ്ഫർ ഫ്രം ദ ബ്ലഡ് ആൻഡ് ബോൺ മാരോ. പിന്നെ ലാബ് അക്വയർമെന്റ്സ് ഓഫ് ബ്രൂസലോസിസ് എന്ന് പറയുമ്പോൾ ആക്സിഡന്റലി നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുക, അതായത് അകത്തോട്ട് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുക, നമ്മളെ കഴിക്കുക, വെള്ളത്തുള്ളത് കഴിക്കുക, ഇൻഹലേഷൻ, ഇഞ്ചക്ഷൻ, മ്യൂക്കോസൽ ആൻഡ് സ്കിൻ പിന്നെ കൺജക്റ്റിവിറ്റിയിലൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ തൊടുന്നത്, പിന്നെ ഡയറി പ്രൊഡക്ട്സ് പ്രോപ്പർലി നമ്മൾ എന്താ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മിൽക്കുകളൊന്നും നമ്മൾ മര്യാദയ്ക്കൊന്നും തിളപ്പിക്കാണ്ട് കഴിക്കുന്നത്. നിയോനെറ്റൽ ഇൻഫെക്ഷൻ വരുന്നത് ട്രാൻസ്പ്ലാസെന്റൽ റൂട്ട് വഴിയാണ് ഡെലിവറി ടൈമിൽ. പിന്നെ കണ്ടാമിനേറ്റഡ് ബ്രസ്റ്റ് ആവുന്നതാണ്. ലാബ് ഡയഗ്നോസിസിൽ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പെസിമെൻ എടുക്കുന്നത് ബ്ലഡ്, യൂറിൻ, സ്പ്യൂട്ടം, ബ്രസ്റ്റ് മിൽക്ക്, ലിംഫ് നോഡ് ബയോപ്സി ആൻഡ് ബോൺ മാരോ ആസ്പിറേറ്റ്. ഇതൊക്കെയാണ് നമ്മൾ സ്പെസിമെൻ ആയിട്ട് എടുക്കുന്നത്. മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൾച്ചർ മെത്തേഡ്സ്, സെറോളജിക്കൽ മെത്തേഡ്സ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടെസ്റ്റുകൾ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ബ്ലഡ് എന്ന് പറയുന്നത് സ്പെസിമെൻ ഓഫ് ചോയ്സ് ആണ് ഫോർ ദ കൾച്ചറിങ് ആൻഡ് സെറോളജിക്കൽ ടെസ്റ്റ്. ബോൺ മാരോ എന്ന് പറയുമ്പോൾ സംടൈംസ് സൈനോവിയൽ ഫ്ലൂയിഡ്സ് അതൊക്കെ എടുക്കാറുണ്ട് നമ്മൾ. പിന്നെ അത് കൂടാണ്ട് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, യൂറിൻ, സ്പ്യൂട്ടം, ബ്രസ്റ്റ് ഡിസ്ചാർജ് ഇതൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഡയറക്റ്റ് ഡിറ്റക്ഷൻ വൈ എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ PCR മെത്തഡ് മൈക്രോസ്കോപ്പിക് യൂസ്ഫുൾ അല്ല, ഗ്രാം സ്പെയിനിങ് യൂസ്ഫുൾ അല്ല, ബിക്കോസ് ഓഫ് ദ ക്ലിനിക്കൽ സ്പെസിമെൻ ഓഫ് ഡ്യൂ ടു ദർ സ്മോൾ സൈസ് ആൻഡ് ഇൻട്രാസെല്ലുലാർ ലൊക്കേഷൻ കാരണം നമുക്ക് പോസിബിൾ അല്ല. കൾച്ചർ ആൻഡ് ഐസൊലേഷനിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കാസൻഡാസ് മെത്തേഡ്, ഓട്ടോമേറ്റഡ് മെത്തേഡ് സച്ച് എസ് ബാക്ടീക്, ലൈസിസ് സെൻട്രിഫ്യൂഗേഷൻ സിസ്റ്റം ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് കാസൻഡ മെത്തേഡ് ഓഫ് ബ്ലഡ് കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈഫിസിക് മീഡിയം ബോത്ത് ട്രിപ്റ്റിക്കേസ് ആൻഡ് സോയ് ബ്രോത്തിനകത്ത് സെയിം ബോട്ടിൽ എടുക്കുക. ദ ബ്ലഡ് ഈസ് ഇനോക്കുലേറ്റഡ് into the liquid broth and the bottle is incubated for upright position. Culture എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സബ് കൾച്ചറിന് no need for the open the bottle, but the bottle is titled so that the liquid broth flows over the solid medium.
പിന്നെ സെറോളജിനകത്ത് പറയുമ്പോഴത്തേക്കും സ്പെസിഫിക് ബ്രൂസെല്ലോ ആന്റിബോഡീസ് ആണ്. ബോത്ത് IgG and IgM antibodies appear in the serum after 7 to 10 days of infection. IgM and antibodies എന്ന് പറയുമ്പോഴത്തേക്കും persist for 3 months after which these antibodies decline. സോ അതൊക്കെയാണ് നമ്മൾ. പിന്നെ അത് കൂടാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റ്, റോസ് ബംഗാൾ ടെസ്റ്റ്, എലീസ, കോംപ്ലിമെന്റ് ഫിക്സേഷൻ, ഇൻഡയറക്ട് കോംസ്, ഒരു 5 നിങ്ങൾ അറിഞ്ഞിരിക്കും. ബ്രൂസെല്ല സ്കിൻ ടെസ്റ്റ് നമ്മൾ നടത്താറുണ്ട് ലാബ് ഡയഗ്നോസിസിനകത്ത്. നമുക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. സോ ബ്രൂസെല്ലയുടെ ആന്റിജൻ ഒരു സ്മോൾ എമൗണ്ടിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ, ഇൻട്രാഡെർമലി ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ ഒരു 6 എൻഡ്യൂറേഷൻ ഒക്കെ ഉണ്ടാവുക. സോ അതിന്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് അനാലൈസ് ചെയ്യുന്നു. ലബോറട്ടറി ഡയഗ്നോസിസ് ഇൻ അനിമൽസ് എന്ന് പറയുമ്പോഴത്തേക്കും റാപ്പിഡ് പ്ലേറ്റ് അഗ്ലൂട്ടിനേഷൻ സിസ്റ്റം. പിന്നെ ഹ്യൂമൻസിൽ ഉള്ളത് മാത്രം നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയാൽ മതി. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്രൂസെല്ല ആർ സെൻസിറ്റീവ് ടു എ നമ്പർ ഓഫ് ഓറൽ ആന്റിബയോട്ടിക്സ് ആൻഡ് അമിനോഗ്ലൈക്കോസൈഡ്സ്. കോമ്പിനേഷൻ ഓഫ് ടെട്രാസൈക്ലിൻ ആൻഡ് ഡോക്സിസൈക്ലിൻ ആണ് എഫക്റ്റീവ് ആയിട്ട് വരുന്നത് അഗെയിൻസ്റ്റ് മോസ്റ്റ് സ്പീഷീസ് ഓഫ് ബ്രൂസെല്ല. പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും പേഴ്സണൽ ഹാൻഡിലിംഗ് ഓഫ് ദിസ് അനിമൽസ് ഷുഡ് യൂസ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ആൻഡ് ഗ്ലൗസ്. പിന്നെ പാസ്ചറേഷൻ ഓഫ് ബോയിലിംഗ് ഓഫ് മിൽക്ക് ഷുഡ് ബി ഡൺ. വാക്സിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കാറ്റിൽസിനൊക്കെ പ്രോപ്പർ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, വാക്സിനേഷൻ ചെയ്യുക. ഇമ്മ്യൂണൈസ്ഡ് ഇൻഫെക്റ്റഡ് അനിമൽസിനെ സ്ലോട്ടർ ചെയ്യരുത്. സ്ലോട്ടറൈസ് അങ്ങനെയുള്ളതിനെയൊക്കെ സ്ലോട്ടർ ചെയ്ത് കളയുക, കശാപ്പ് ചെയ്ത് കളയുക. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അനിമൽസിനെയൊക്കെ. പിന്നെ ഹ്യൂമൻ ഇമ്മ്യൂണൈസേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാക്സിൻ ഈസ് ഗിവൺ. സോ താങ്ക് യു.